ഒരു രാജ്യത്ത് രണ്ട് ഭരണഘടന, രണ്ട് പതാക, രണ്ട് പ്രധാനമന്ത്രിമാർ. സ്വതന്ത്ര ഇന്ത്യയുടെ മാറിൽ ആഴത്തിൽ തറഞ്ഞു നിന്ന ഒരു മുള്ളായിരുന്നു ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ 370. ആർട്ടിക്കിൾ 370 റദ്ദാക്കപ്പെട്ടിട്ട് 7 വർഷങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. കാശ്മീരിൽ എന്താണ് മാറ്റമുണ്ടായത്? അവിടുത്തെ ജനജീവിതം മെച്ചപ്പെട്ടോ? അവിടുത്തെ യുവാക്കൾ തീവ്രവാദത്തിലേക്ക് തിരിയുന്നതിന് മാറ്റമുണ്ടായോ? കാശ്മീരിലെ ഭീകരവാദവും സ്ഫോടനങ്ങളുമൊക്കെ കുറഞ്ഞോ? ടൂറിസം മെച്ചപ്പെട്ടോ? തുടങ്ങിയ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു രാജ്യം, ഒരു ഭരണഘടന, ഒരു പതാക എന്ന ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ ചോരയിൽ എഴുതിയ ആ സ്വപ്ന സാക്ഷാത്കാരമാണ് 2019 ഓഗസ്റ്റ് 5 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും ദൃഢനിശ്ചയത്തിലൂടെ യാഥാർത്ഥ്യമായത്. പണ്ടൊക്കെ ഇന്ത്യയിലെ ഏത് നിയമവും പദ്ധതിയും പാസാക്കുമ്പോൾ അതിനൊപ്പം എടുത്തു പറഞ്ഞിരുന്ന ആ വാക്കുകൾ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ ഇന്ന് ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലാണ്. തങ്ങളുടെ സ്വന്തം രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കും സ്വാർത്ഥ വോട്ട് ബാങ്കിനും വേണ്ടി കാശ്മീരിനെ ഭാരതത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് അകറ്റി നിർത്തിയവർ നിർമ്മിച്ച ഭരണഘടനാപരമായ മതിൽക്കെട്ടുകൾ തകർന്നു വീണപ്പോൾ ജനിച്ചത് പുതിയ പ്രതീക്ഷയുടെ സൂര്യനാണ്. ആർട്ടിക്കിൾ 370യുടെയും 35A തണലിൽ വളർന്ന അഴിമതിയും വിഘടനവാദവും ഭീകരവാദവും കാശ്മീരിനെ ദശാബ്ദങ്ങളോളം പിന്നോട്ടടിച്ചപ്പോൾ ഇവിടുത്തെ നിഷ്കളങ്കരായ ജനങ്ങൾ അനുഭവിച്ചത് വിവരണാതീതമായ ദുരിതങ്ങളായിരുന്നു. സ്വന്തം രാജ്യത്തെ മറ്റ് പൗരന്മാർക്ക് അവിടെ ഭൂമി വാങ്ങാനോ നിക്ഷേപം നടത്താനോ അവകാശമില്ലായിരുന്നു എന്ന് മാത്രമല്ല, സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന 360 വകുപ്പോ കേന്ദ്ര വിവരാവകാശ നിയമമോ പോലും അവിടെ ബാധകമായിരുന്നില്ല. നിയമസഭയുടെ കാലാവധി മറ്റ് സംസ്ഥാനങ്ങളിലേതുപോലെ 5 വർഷമല്ല, മറിച്ച് 6 വർഷമായിരുന്നു എന്ന വിചിത്ര നിയമവും കശ്മീരിൽ നിലനിന്നിരുന്നു. അതിലുപരി തദ്ദേശീയരായ സ്ത്രീകൾ പുറത്തു നിന്നുള്ള ഒരാളെ വിവാഹം കഴിച്ചാൽ സ്വന്തം സ്വത്തവകാശം പോലും നഷ്ടപ്പെടുന്ന നീതിരഹിതമായ വ്യവസ്ഥകളാണ് അന്ന് ഉണ്ടായിരുന്നത്. വാൽമീകി, ദളിത്, ഗോർഖ വിഭാഗങ്ങളും 1947 പശ്ചിമ പാകിസ്ഥാനിൽ നിന്നെത്തിയ നിർഭാഗ്യവാന്മാരായ അഭയാർത്ഥികളും സ്വന്തം മണ്ണിൽ വോട്ടവകാശം പോലും ഇല്ലാതെ രണ്ടാം കിട പൗരന്മാരായി ജീവിക്കേണ്ടി വന്ന ദുരവസ്ഥയ്ക്കാണ് 2019 ചരിത്രപരമായ തീരുമാനത്തിലൂടെ അന്ത്യം കുറിച്ചത്. ഇന്ന് കാശ്മീരിൻ്റെ താഴ്വരകളിൽ മുഴങ്ങുന്നത് വെടിയൊച്ചകളും ഭീകരരുടെ കല്ലേറുമല്ല, മറിച്ച് വികസനത്തിൻ്റെ പുതിയ കാഹളമാണ്. ആർട്ടിക്കിൾ 370 റദ്ദാക്കലിന് ശേഷം 890 കേന്ദ്ര നിയമങ്ങൾ പ്രദേശത്ത് പൂർണ്ണമായി ബാധകമാക്കുകയും 205 അനാവശ്യ സംസ്ഥാന നിയമങ്ങൾ റദ്ദാക്കുകയും 130 നിയമങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസൃതമായി ഭേദഗതി വരുത്തുകയും ചെയ്തു. ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി പുനഃസംഘടിപ്പിച്ചതോടെ വികസനത്തിൻ്റെ വേഗത 10 മടങ്ങായി. ചനാമി നാഷ്രി, 8.45 കിലോമീറ്റർ നീളമുള്ള ബനിഹാൾ, സോജില, സിമോർഹ് തുടങ്ങിയ ഭീമൻ ടണലുകളും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ചനാബ് റെയിൽ പാലവും പൂർത്തിയായി കാശ്മീരിനെ ഇന്ത്യയുടെ റെയിൽ റോഡ് ശൃംഖലയുമായി ബന്ധിപ്പിച്ചു. ഡൽഹി കാശ്മീർ കണക്ടിവിറ്റിയും വന്ദേ ഭാരത് സർവീസുകളും അമർനാഥ് വൈഷ്ണോദേവി തീർത്ഥാടകരുടെ യാത്രാ സൗകര്യവും വർദ്ധിപ്പിച്ചു. PMGSY പദ്ധതി പ്രകാരം 18,000 കിലോമീറ്ററിലധികം റോഡുകൾ പൂർത്തിയായി കഴിഞ്ഞു. വിനോദസഞ്ചാര മേഖലയിലെ റെക്കോർഡ് വളർച്ചയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. 2022 1.88 കോടിയും 2024 2.36 കോടിയും 2025 1.78 കോടിയും സന്ദർശകർ കാശ്മീരിലെത്തി. തീവ്രവാദത്തിൻ്റെ നരകമെന്ന പേരിൽ നിന്ന് ഭൂമിയിലെ സ്വർഗമായി കാശ്മീർ തിരിച്ചു വന്നു. പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നവരുടെ ഹർത്താലുകൾ മൂലം ഹോട്ടലുകൾ പൂട്ടി തൊഴിലില്ലാതെ വലഞ്ഞിരുന്ന പാവപ്പെട്ട ഷിക്കാര തൊഴിലാളികളും ഹൗസ് ബോട്ട് ഉടമകളും ടാക്സി ഡ്രൈവർമാരും കൈത്തറി വ്യാപാരികളും ഇന്ന് സ്വന്തം അധ്വാനം കൊണ്ട് അന്തസ്സോടെ ജീവിതം കരുപിടിപ്പിക്കുന്നു. വിദേശ സഞ്ചാരികൾക്കായി ഹിമാലയത്തിലെ 137 പർവ്വത ശിഖരങ്ങൾ തുറന്നുകൊടുത്തതിൽ 15 ഈ മേഖലയിലാണ്. കൂടാതെ ലഡാക്കിൽ 5 പുതിയ ടൂറിസ്റ്റ് റൂട്ടുകളും 14 പുതിയ ട്രക്കിംഗ് റൂട്ടുകളും തുറന്ന് വിനോദസഞ്ചാരത്തിന് വൻ ഉണർവ് നൽകി. ഒരു കാലത്ത് ഭീകരാക്രമണത്തിൻ്റെ പേരിൽ മാത്രം വാർത്തകളിൽ നിറഞ്ഞ പുൽവാമയിലെ ഒരു ഗ്രാമം ഇന്ന് ഇന്ത്യയിലെ
പെൻസിൽ നിർമ്മാണത്തിൻ്റെ 90% കൈയാളുന്ന പെൻസിൽവാല ഗാവായി മാറിയിരിക്കുകയാണ്. വർഷത്തിൽ 107 കോടിയിലധികം വരുമാനം നേടി രാജ്യത്തെ കുട്ടികൾക്ക് മുഴുവൻ പൂർണ്ണമായി നിർമ്മിച്ച ഫിനിഷ്ഡ് പെൻസിലുകൾ എത്തിക്കുന്ന ഗ്രാമമായി ഇത് മാറി. ഇതുപോലെ നിരവധി ഉദാഹരണങ്ങൾ കാശ്മീരിന് ഇന്നുണ്ട്. 28,400 കോടിയുടെ പുതിയ കേന്ദ്ര വ്യവസായ വികസന പദ്ധതി, ജമ്മു ആൻഡ് കാശ്മീർ ഇൻഡസ്ട്രിയൽ പോളിസി, ലാൻഡ് അലോട്ട്മെന്റ് പോളിസി എന്നിവ വഴി 66,000 കോടിയിലധികം നിക്ഷേപ നിർദ്ദേശങ്ങളാണ് കാശ്മീരിലേക്ക് വന്നത്. നിലവിൽ 2,300ഓളം വ്യവസായ യൂണിറ്റുകൾ പ്രവർത്തനക്ഷമമാവുകയും 15,940 കോടിയുടെ നിക്ഷേപം യാഥാർത്ഥ്യമാവുകയും ചെയ്തു. ഡൽഹി, ദുബായ് സർക്കാരുകളുമായുള്ള ധാരണാപത്രങ്ങളും അപ്പോളോ ഗ്രൂപ്പുമായുള്ള മെഡിസിറ്റി കരാറുകളും വികസനത്തിൻ്റെ ആക്കം കൂട്ടി. ആത്മനിർഭര ഭാരതത്തിൻ്റെ കെട്ടിപ്പടുക്കലിൽ ജമ്മു കാശ്മീരിനെയും ലഡാക്കിനെയും പൂർണ്ണ പങ്കാളികളാക്കിയിരിക്കുകയാണ്. തദ്ദേശീയമായ കാശ്മീരി കുങ്കുമപ്പൂവിനും ബസ്മതിക്കും ഉൾപ്പെടെ 20ഓളം ഇനങ്ങൾക്ക് ലഭിച്ച ഭൗമസൂചിക അഥവാ GI ടാഗ് കർഷകർക്ക് അന്താരാഷ്ട്ര വിപണി തുറന്നു നൽകി. ഭീകരതയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ തടയുകയും ഹൂറിയത്ത് വിഘടനവാദി നേതാക്കളെ തടങ്കലിലാക്കി അവരുടെ 82ഓളം ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തതോടെ താഴ്വരയിൽ ശാന്തിയും സമാധാനവും മടങ്ങിയെത്തി. ഗ്രാമതലത്തിൽ ജനാധിപത്യം ഉറപ്പാക്കാൻ ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം കൊണ്ടുവരികയും ഡിസ്ട്രിക്റ്റ് ഡെവലപ്മെൻറ്റ് കൗൺസിൽ, ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് കൗൺസിൽ തിരഞ്ഞെടുപ്പുകളിൽ 98% വരെ റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തുകയും ചെയ്തു. ബാക്ക് ടു വില്ലേജ് പദ്ധതിയിലൂടെ ഗസറ്റഡ് ഉദ്യോഗസ്ഥർ ഗ്രാമങ്ങളിൽ താമസിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് പരിഹരിക്കുന്നു. പ്രധാനമന്ത്രി ജൻധൻ യോജനയിലൂടെ 24.37 ലക്ഷം അക്കൗണ്ടുകളാണ് കാശ്മീരിൽ ആരംഭിച്ചത്. 12.79 ലക്ഷം ഉജ്ജ്വല ഗ്യാസ് കണക്ഷനുകളും 25.09 ലക്ഷം മുദ്രാ വായ്പകളും 70.54 ലക്ഷം ആളുകൾക്ക് ഉജാല പദ്ധതിയും നൽകാൻ രാജ്യത്തിന് കഴിഞ്ഞു. ആയുഷ്മാൻ ഭാരതിലൂടെ 78 ലക്ഷത്തിലധികം ഗോൾഡൻ കാർഡുകൾ വഴി 5 ലക്ഷം വരെയുള്ള സൗജന്യ ചികിത്സയും ലഭ്യമാക്കി. PM കിസാൻ പദ്ധതി വഴി 12.43 ലക്ഷം കർഷകർക്ക് 2,285 കോടി നേരിട്ട് അക്കൗണ്ടിലെത്തി. പാകിസ്ഥാൻ അതിർത്തിയിലുള്ളവർക്ക് മാത്രം നൽകിയിരുന്ന സംവരണം അന്താരാഷ്ട്ര അതിർത്തിയിലുള്ളവർക്കും ലഭ്യമാക്കി നീതി ഉറപ്പാക്കി. 1990-ൽ താഴ്വരയിൽ നിന്ന് ഓടിക്കപ്പെട്ട കാശ്മീരി പണ്ഡിറ്റുകളുടെ പുനരധിവാസത്തിനായി 6,000 സർവീസ് ജോലികളും താമസ സൗകര്യങ്ങളും ഒരുങ്ങുമ്പോൾ അത് ചരിത്രപരമായ മറ്റൊരു അനീതിയുടെ പരിഹാരം കൂടിയാണ്. ഹിമായത്ത് പദ്ധതി വഴി 81,000-ലധികം യുവാക്കൾക്ക് പരിശീലനം നൽകി തൊഴിൽ ലഭ്യമാക്കുകയും ത്വരിതഗതിയിലുള്ള റിക്രൂട്ട്മെന്റിലൂടെ 30,000-ഓളം സർക്കാർ നിയമനങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തു. വിദ്യാഭ്യാസ ആരോഗ്യ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളുണ്ടായി. 2,000 കോടി വീതം ചെലവിൽ ജമ്മുവിലും കാശ്മീരിലും 2 എയിംസുകളും IIT ജമ്മു, IIM ജമ്മു എന്നിവയും പ്രവർത്തനക്ഷമമായി. സർക്കാർ ഡിഗ്രി എഞ്ചിനീയറിംഗ് കോളേജുകളുടെ എണ്ണം 96-ൽ നിന്ന് 147 ഉയർന്നു. 7 പുതിയ മെഡിക്കൽ കോളേജുകൾ വഴി 600 MBBS സീറ്റുകൾ ഉൾപ്പെടെ 854 സീറ്റുകൾ വർദ്ധിച്ചു. ലഡാക്കിൽ പുതിയ സെൻട്രൽ യൂണിവേഴ്സിറ്റിയും ബുദ്ധിസ്റ്റ് സ്റ്റഡി സെന്ററും ആരംഭിച്ചു. വൈദ്യുതി രംഗത്ത് 5,186 മെഗാവാട്ടിന്റെ 21 ജലവൈദ്യുത പദ്ധതികൾ പുരോഗമിക്കുന്നു. ജൽജീവൻ മിഷൻ വഴി എല്ലാ ഗ്രാമീണ സ്കൂളുകളിലും അങ്കണവാടികളിലും കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ എത്തി. ലഡാക്കിനെ 2030ഓടെ കാർബൺ ന്യൂട്രലാക്കുന്നതിൻ്റെ ഭാഗമായി സോളാർ പ്രോജക്റ്റുകൾ ആരംഭിച്ചു. കോവിഡ് കാലത്ത് 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയും ഓക്സിജൻ ക്ഷാമമില്ലാതെയും മാതൃക കാട്ടി. ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് ഗുൽമാർഗിൽ വിജയകരമായി നടത്തി കായിക രംഗത്തും മുന്നേറ്റം കുറിച്ചു. വാൽമീകി ദളിത് ഗോർഖ സഹോദരങ്ങൾക്ക് അർഹമായ അവകാശങ്ങൾ തിരികെ ലഭിക്കുകയും കേന്ദ്ര സർക്കാരിൻ്റെ 80,000 കോടിയുടെ പ്രധാനമന്ത്രി വികസന പാക്കേജിലെ 53 വൻകിട പദ്ധതികളിൽ ഭൂരിഭാഗവും പൂർത്തിയാകുകയും ചെയ്തതോടെ അവിടുത്തെ ഓരോ സാധാരണക്കാരനും ഇന്ന് നെഞ്ചുവിരിച്ച് ഉറക്ക വിളിച്ചു പറയുന്നു, ഭാരത് മാതാ കി ജയ്. സുരക്ഷാ ഏജൻസികളുടെ കൃത്യമായ ഇടപെടലുകളിലൂടെയും കേന്ദ്ര സർക്കാരിൻ്റെ ശക്തമായ രാഷ്ട്രീയ ഇച്ഛാശക്തിയിലൂടെയും ഭീകരവാദികളുടെ നട്ടലൊടിക്കാനും വിഘടനവാദികളുടെ സ്വാധീനം പൂർണ്ണമായി ഇല്ലാതാക്കാനും സാധിച്ചു. പൂർണ്ണമായും ഭാരതാംബയുടെ മാറോട് ചേർന്ന് നിൽക്കുന്ന ഒരു പുതിയ ജമ്മു കാശ്മീരും ലഡാക്കുമാണ് ഇന്ന് ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കുന്നത്. 2019 ശേഷം ഭീകരവാദത്തിലേക്ക് തിരിയുന്ന യുവാക്കളുടെ എണ്ണം ഓരോ വർഷവും കുറഞ്ഞു വരികയാണ്. മുൻപ് 100 കണക്കിന് യുവാക്കളാണ് തീവ്രവാദത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ
2022 അത് 100-ൽ താഴെ എത്തി. 2024 ആയപ്പോഴേക്ക് 20-ൽ താഴെ മാത്രമായി അത് ചുരുങ്ങി. 2025-26 വർഷങ്ങളിൽ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കപ്പെട്ട യുവാക്കളുടെ എണ്ണം 0 അല്ലെങ്കിൽ 5-ൽ താഴെയോ ആണെന്ന സത്യം മനസ്സിലാക്കുമ്പോഴാണ് കാശ്മീരിൻ്റെ യഥാർത്ഥ മാറ്റം നമ്മൾ തിരിച്ചറിയുന്നത്. അതിനൊപ്പം ശ്രദ്ധേയമാകുന്നത് മറ്റൊരു കാര്യമാണ് ഇന്ത്യൻ സൈന്യത്തിൽ ചേരാനുള്ള യുവാക്കളുടെ താല്പര്യം. 2022 അഗ്നിവീർ പദ്ധതി ആവിഷ്കരിച്ചതിന് ശേഷം ഏതാണ്ട് 5000-ഓളം യുവാക്കളാണ് ജമ്മു കാശ്മീരിൽ നിന്ന് സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടത്. ഏറ്റവും കൂടുതൽ പേർ ആവേശത്തോടെ ചേർന്ന ജില്ലകൾ ഏതാണെന്ന് കേട്ടാലാണ് നമ്മൾ അത്ഭുതപ്പെടുക. ശ്രീനഗർ, ബാരാമുള്ള, അനന്തനാഗ്, കുപ്വാര, പുൽവാമ. ഒരു കാലത്ത് ഭീകരതയുടെ പേരിൽ മാത്രം അറിയപ്പെട്ട ജില്ലകൾ. അതായത് കാശ്മീരിലെ യുവാക്കൾ ഇന്ന് റിക്രൂട്ട് ചെയ്യപ്പെടുന്നത് തീവ്രവാദത്തിലേക്കല്ല, ദേശസ്നേഹത്തിലേക്കാണ്. രാജ്യത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന വലിയ മാറ്റം. ഒരു രാജ്യവും ഒരു നിയമവും ഒരു ചിഹ്നവും എന്ന ശ്യാമപ്രസാദ് മുഖർജിയുടെ മുദ്രാവാക്യം സാക്ഷാത്കരിക്കപ്പെട്ടപ്പോൾ ആ മണ്ണിൽ ഇന്ന് വികസനത്തിൻ്റെയും ദേശസ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും മന്ത്രങ്ങളാണ് മുഴങ്ങുന്നത്. രാജ്യത്തിൻ്റെ ശത്രുക്കൾ ഇടയ്ക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നത് സത്യമാണ്. പക്ഷേ ആ ശത്രുക്കൾ ഇന്ന് ഒറ്റപ്പെട്ടിരിക്കുകയാണ്. വികസനത്തിൻ്റെയും വിജയത്തിൻ്റെയും പക്ഷത്താണ് ഇന്ന് ജമ്മു കാശ്മീരിലെ ജനങ്ങൾ. ലാൽ ചൗക്കിൽ ഉയരുന്നത് ഇപ്പോൾ വിഘടനവാദികളുടെ പതാകകളല്ല, ഭാരതത്തിൻ്റെ ത്രിവർണ്ണ പതാകയാണ്. അതെ, നമുക്കിപ്പോൾ മുൻപുള്ളതിനേക്കാൾ കൂടുതൽ അഭിമാനത്തോടെ ഉറക്കെ പ്രഖ്യാപിക്കാം, കശ്മീർ ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്.